2025 ചാമ്പ്യൻസ് ട്രോഫി. അതെ, ഇന്ത്യ ജയിച്ചു. സോഷ്യൽ മീഡിയ മുഴുവനും ഇന്ത്യൻ ടീം അംഗങ്ങളുടെ പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു. അതുപോലെ തന്നെ ആരാധകരുടെ പോസ്റ്റുകൾ. അവരെല്ലാം അവരുടെ വൈകാരിക നിമിഷങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് ഡ്രസ്സിംഗ് റൂമിലെ മത്സരാനന്തര ആഘോഷവും അതേ തുടർന്നുള്ള ചിത്രങ്ങളെല്ലാം അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ വിരാട് കോഹ്ലിയുടെ ഫീഡും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. 2025 ചരിത്രപരമായ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ദിവസങ്ങൾക്കിപ്പുറം ഇതുവരെ ടൂർണമെന്റുമായോ ഇന്ത്യയുടെ വിജയവുമായോ ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പോലും വിരാട് കോഹ്ലി പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് എന്ന് പലരും ചിന്തിച്ചു കാണും. ഇത് ക്രിക്കറ്റ് ലോകത്തെ വളരെയധികം ആകാംക്ഷാഭരിതരാക്കിയിട്ടുമുണ്ട്. ഇതിന് പിന്നാലെ യഥാർത്ഥ കാരണം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തു. പകരം അദ്ദേഹത്തിന്റെ സമീപകാല പോസ്റ്റുകളും മറ്റും നോക്കിയാൽ അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്ന നിരവധി ബ്രാൻഡുകളുടെ പ്രൊമോഷണൽ പരസ്യങ്ങളും അംഗീകാരങ്ങളുമാണ് എന്ന് അദ്ദേഹത്തിന്റെ സമീപകാല ഇൻസ്റ്റഗ്രാം ഫീഡ് നമുക്ക് വ്യക്തമാക്കി തന്നു. അദ്ദേഹം ഇന്ത്യയുമായോ ക്രിക്കറ്റുമായോ ബന്ധപ്പെട്ട യാതൊരു പോസ്റ്റുകളും ഈ അടുത്തൊന്നും ചെയ്തിട്ടില്ല. മുൻ സഹപ്രവർത്തകനും പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സുകളിൽ ഒരാളുമായ MS ധോണിയെ പോലെ കോഹ്ലിയും കളിക്കളത്തിലെ നേട്ടങ്ങളെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ വളരെ താഴ്ന്ന നിലയിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. വാസ്തവത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കോഹ്ലിയുടെ അവസാന പോസ്റ്റ് കഴിഞ്ഞ വർഷത്തെ T20 ലോകകപ്പ് ട്രോഫിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊത്തുമുള്ള ടീമിന്റെ ചിത്രവുമാണ്. ഈ നടന്ന ചാമ്പ്യൻസ് ട്രോഫി വിജയം ഒരു കളിക്കാരൻ എന്ന നിലയിൽ വിരാട് കോഹ്ലിയുടെ രണ്ടാമത്തെ വിജയമാണ്. 2013 അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫി നേടിയ ടീമിൽ അംഗമായിരുന്നു. ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി 5 ഇന്നിംഗ്സുകളിൽ നിന്നും 218 റൺസ് നേടി വിരാട് കോഹ്ലി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാൻ എതിരെ പുറത്താകാതെ നേടിയ സെഞ്ചുറിയും സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ നേടിയ ആ വിലപ്പെട്ട 84 റൺസും അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അതുപോലെ തന്നെ ഫൈനലിലെ കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനവും മറ്റൊരു കാരണമായിരിക്കാം. 1 റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിൽ നിന്നും ആരാധകർ കുറച്ചും കൂടി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം.